ഇന്നത്തെ റെസിപ്പി പൂരിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുഴയ്ക്കാനായിട്ട് ചെറു ചൂടുവെള്ളം, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഡോ തയ്യാറാക്കാം. പൂരിക്കുള്ള ഡോ തയ്യാറാക്കുമ്പോൾ ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല. അതിനേക്കാളും കുറച്ചും കൂടെ സ്റ്റിഫായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല സ്റ്റിഫ് ആകല്, ഒരു മീഡിയം ഇതിൽ നിൽക്കണം. കൂടുതൽ സോഫ്റ്റും ആകല്, നല്ല സ്റ്റിഫും ആകാത്ത രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഡോ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞാൻ ചപ്പാത്തിക്ക് ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം കുറച്ചാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് മൂടി വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഡോ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ബെഞ്ച് സ്റ്റോപ്പിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. നമ്മൾ പരത്തുമ്പോൾ പൊടി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇത് പരത്തുമ്പോൾ എല്ലാം ഒരേ തിക്നെസ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. റൗണ്ട് ഷേപ്പുള്ള ഒരു കട്ടിയുള്ള ഗ്ലാസ്സോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്ത് പോരാം. എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഡോ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുവാണെങ്കിൽ തയ്യാറായിട്ടുണ്ട്. ഇത് ഇച്ചിരി സമയം കൂടി കഴിയണം. ഇത് എണ്ണ നല്ല ചൂടാവുമ്പോഴാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. കുറച്ച് ഡോ ഇട്ട് നോക്കാം.
ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്യാം. ഞാൻ ഈ കട്ടിക്കാണ് ഇത് പരത്തിയേക്കുന്നത്. ഇത് പരത്തുമ്പോൾ എല്ലാ സൈഡും ഒരേ കട്ടിയായിരിക്കണം, അല്ലെങ്കിൽ അത് പൊങ്ങി വരത്തില്ല. ഇപ്പോൾ പൂരി റെഡി ആയിട്ടുണ്ട്.